നമ്മുടെ ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിയുടെ കടക്ക് പുറത്ത് എന്ന വിശ്വപ്രസിദ്ധമായ ആ ഡയലോഗ് ഓർമ്മയില്ലേ? മുഖ്യമന്ത്രി ആ പ്രതികരണം നടത്തിയത് കേരളത്തിലെ മാധ്യമങ്ങളോടാണ്. അദ്ദേഹം മറ്റൊരു നേതാവുമായിട്ട് ചർച്ചയ്ക്കായിട്ടെത്തിയ ഒരു സ്ഥലം, ഒരു ഹോട്ടലിലാണ്. അവിടെ ആ ചർച്ചയ്ക്ക് മുമ്പുള്ള ദൃശ്യങ്ങൾ കവർ ചെയ്യാനായിട്ട് മാധ്യമങ്ങൾ എത്തി. മുഖ്യമന്ത്രി വരുമ്പോൾ മാധ്യമങ്ങൾ അത് വിഷ്വൽസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെയാണ് മുഖ്യമന്ത്രി ദേഷ്യപ്പെട്ടുകൊണ്ട് കടക്ക് പുറത്ത് എന്ന് മാധ്യമങ്ങളോട് പറയുന്നത്. ഇന്നും അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയും. വർഷം ഇത്ര കഴിഞ്ഞിട്ടും അദ്ദേഹം അതിൽ തെല്ലും കുറ്റബോധമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്നും അദ്ദേഹം ഇതുവരെയും അംഗീകരിക്കുന്നില്ല. അത് CPM-ന്റെ ഒരു നേതാക്കളും അത് അംഗീകരിക്കുന്നില്ല. അത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായി എന്നൊക്കെയാണ്. പ്രത്യേകിച്ചും CPM-ന്റെ മാധ്യമങ്ങളോട് വല്ലാത്തൊരു ദേഷ്യവും വെറുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്തു, അത് അവർക്ക് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള നിലപാടാണ് ഇന്നും CPM-ന്റെ സൈബർ സഖാക്കളും അണികളും നേതാക്കന്മാരും എല്ലാം വെച്ചു പുലർത്തി പോരുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശ്വപ്രസിദ്ധമായ കടക്ക് പുറത്ത് എന്ന പ്രയോഗം കടമെടുത്തുകൊണ്ട് UDF സർക്കാരിനെതിരെ പ്രചരണം ആരംഭിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. UDF-ന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഒരു തലവാചകമായിട്ടൊരു ടാഗ് ലൈനായിട്ട് കടക്ക് പുറത്ത് എന്നത് മാറുകയാണ്. അതായത് സർക്കാരിന്റെ ഭരണവിരുദ്ധ പ്രചരണത്തിന്റെ ഒരു ടാഗ് ലൈനായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ കടക്ക് പുറത്ത് എന്ന വാചകത്തെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇതിനോടകം തന്നെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കടക്ക് പുറത്ത് എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തന്നെ കോൺഗ്രസിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെതിരായിട്ടുള്ള പരാതികൾ, സർക്കാരിനെ കുറിച്ച് എന്തൊക്കെയാണ് പരാതികളുള്ളത്, ആ പരാതികളൊക്കെ തന്നെ അറിയിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിനായിട്ട് ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ച് ജനങ്ങൾക്ക് തങ്ങളുടെ പരാതികൾ അറിയിക്കാം. ഫോൺ വിളിക്കുമ്പോൾ ഒരു ബീപ്പ് ശബ്ദം കേൾക്കും. ആ ബീപ്പ് ശബ്ദം കേട്ട ശേഷം ജനങ്ങൾക്ക് അവരുടെ പരാതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയിക്കാൻ കഴിയും. അത് ഡിജിറ്റലായിട്ട് അത് റെക്കോർഡ് ചെയ്യപ്പെടും. ഒപ്പം തന്നെ മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് പരാതി അറിയിക്കാൻ ഈ പറയുന്ന കടക്കുപുറത്ത്.com എന്ന പേരിലൊരു വെബ്സൈറ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയാൽ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങള്, പരാതികൾ, ആവലാതികൾ എല്ലാം അതിനകത്ത് രേഖപ്പെടുത്താൻ കഴിയും. മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടാണ്. അതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയും. അങ്ങനെ ജനങ്ങളുമായിട്ട് വളരെ നേരിട്ട് സംവദിക്കാനായിട്ട് സോഷ്യൽ മീഡിയ വഴി ഉള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അനീതിയുടെ കസേരകൾ ഇളകും, ഇനി കടക്ക് പുറത്ത് കാലം എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു തലക്കെട്ടോടു കൂടിയാണ് UDF ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ അനുബന്ധമായിട്ടാണ് പിന്നീട് ഈ മാസം 6-ാം തീയതി മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഒപ്പം ഈ പറയുന്ന പോലെ ഈ ജനങ്ങളുടെ പരാതികൾ ഇതേപോലെ സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ പറയുന്ന ഈ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് ഈ പരാതികൾ ക്രോഡീകരിച്ച് സർക്കാരിനെതിരായ ഒരു കുറ്റപത്രം UDF കോൺഗ്രസ് തയ്യാറാക്കും. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായിട്ടുള്ള വീഡിയോകൾ, ഒപ്പം തന്നെ പോസ്റ്ററുകള്, ദൃശ്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു കൗണ്ട് ഡൗൺ, സർക്കാരിനെതിരായിട്ടുള്ള ഒരു കൗണ്ട് ഡൗൺ, സർക്കാരിന്റെ ഒരു കൗണ്ട് ഡൗൺ എന്ന നിലയിൽ സെറ്റ് ചെയ്യാനും കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 90 ദിവസമാണ് അതിന് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 90 ദിവസത്തെ ഒരു കൗണ്ട് ഡൗൺ കൂടി സെറ്റ് ചെയ്തുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി തുടക്കം കുറിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തന്നെ പല രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം കോൺഗ്രസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. UDF-ഉം അതിലെ മുൻ പാർട്ടികളും എല്ലാം തന്നെ അവരവരുടേതായ രീതികളിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രചരണമാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത് മുഖ്യമന്ത്രിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകം തന്നെ, വിവാദമായിട്ടുള്ള ഒരു വാചകം തന്നെ കടമെടുത്തുകൊണ്ട് ആ വാചകം സർക്കാരിനോട് ജനങ്ങൾ പറയുന്ന രീതിയിൽ ഒരു പ്രചരണമാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ കടക്കുപുറത്ത്, ഇനി കഴിഞ്ഞ 9 വർഷമായിട്ട് നിങ്ങളെ സഹിച്ചിരിക്കുന്നു, കഴിഞ്ഞ 9 വർഷക്കാലത്തെ ജനവിരുദ്ധ ഭരണം ഞങ്ങൾക്ക് മടുത്തിരിക്കുന്നു, ഇനി നിങ്ങൾ കടക്കുക, പുറത്ത് കടക്കുക, അനീതിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അനീതിയുടെ കസേരകൾ ഇളകും, ഇനി നിങ്ങൾ കടക്കൂ പുറത്ത് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ്
കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ ശക്തമായ ഒരു പ്രചരണ മാധ്യമമായിരുന്നു ഈ പാരഡി ഗാനം എന്ന് പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പാരഡി ഗാനം അത് വലിയ രീതിയിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുകയും അതിന്റെ ഒരു ഗുണം UDF-ന് കോൺഗ്രസിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് LDF-ന് അത് തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ ആ പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കാനും ഒക്കെ ഉള്ള നീക്കങ്ങൾ CPM നടത്തിയത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അവര് നാണം കെട്ട് ഓടേണ്ട ഒരു കാശ് കൂടി നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ പാരഡി ഗാനത്തിലൂടെ നടത്തിയ ഒരു പ്രചരണം, സർക്കാരിനെതിരായിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രചരണം, അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സർക്കാരിന്റെ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ എല്ലാ മേഖലകളിലെയും ഭരണവിരുദ്ധ വികാരം, ഇപ്പൊ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ട്, സർക്കാരിന്റെ ധാർഷ്ട്യം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ CPM മന്ത്രിമാരുടെ നേതാക്കളുടെയും ഒക്കെ തന്നെ അഹങ്കാരം, ജനങ്ങളോട് മാന്യമായ രീതിയിൽ പെരുമാറാൻ കഴിയാത്ത കാര്യങ്ങൾ, വിലക്കയറ്റം, ജനജീവിതം ദുസ്സഹമാക്കിയുള്ള പെരുമാറ്റങ്ങൾ, എല്ലാം ഈ വിഷയങ്ങളെല്ലാം തന്നെ ജനങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് ഈ വിഷയങ്ങളൊക്കെ തന്നെ എത്തിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത് പോലെ, നേരത്തെ പറഞ്ഞതുപോലെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര തുടങ്ങുന്നത്. ഈ മാസം 6-ാം തീയതി കാസർഗോഡ് ജില്ലയിൽ നിന്നുമാണ് ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മാർച്ച് 6-ന് ഒരു മാസം പൂർത്തിയായി കഴിയുമ്പോൾ മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ആ യാത്ര സമാപിക്കുകയാണ്. ഈ യാത്രയിലും പറയുന്നത് പോലെ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പുതുയുഗ യാത്ര, ഒരു പുതുയുഗ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര. അതിനു വേണ്ടിയിട്ടാണ് UDF അധികാരത്തിലെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു പുതുയുഗ കേരളമായിരിക്കും സൃഷ്ടിക്കുക. അത് എങ്ങനെയാണ് സൃഷ്ടിക്കുക എന്നതുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാത്രയായിരിക്കും ഇത്. വെറുതെ സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ പാർട്ടികളും മുന്നണികളും നയിക്കുന്ന ജാഥകൾക്ക് നമ്മൾ കാണാറുണ്ട്. ആ ജാഥകളിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഭരണത്തിൽ ഏറിക്കഴിഞ്ഞാൽ അതൊന്നും നടപ്പിലാക്കാറില്ല. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് പുതുയുഗ കേരളം നിർമ്മിക്കുക, സൃഷ്ടിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നതുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ്, UDF അതിന് സന്നദ്ധമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ കേരളത്തെ കഴിഞ്ഞ 9.5 വർഷക്കാലം ഭരിച്ചു മുടിച്ച LDF സർക്കാർ ഓരോ മേഖലകളെയും തകർത്തെറിഞ്ഞ LDF സർക്കാർ ആ മേഖലകളെയൊക്കെ തന്നെ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കൈപിടിച്ചുയർത്തേണ്ടത്, ആ താഴെത്തട്ടിലുള്ള സാധാരണക്കാർക്കുൾപ്പെടെ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് വേണ്ടത് എന്നത് ഇതിനോടകം തന്നെ ഈ സമസ്ത മേഖലകളിലെയും ആളുകളുമായിട്ട് ഓരോ സമിതികൾ സംവദിക്കുകയും ഓരോ മേഖലകൾ തിരിച്ച് ആ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അതിനുള്ളൊരു രൂപരേഖ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രൂപരേഖയൊക്കെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. ആ യാത്രയിൽ അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും കൂടുതലും നടക്കുക. പുതുയുഗത്തെ എങ്ങനെ സൃഷ്ടിക്കാം, പുതുയുഗ കേരളത്തെ എങ്ങനെയാണ് കോൺഗ്രസ് സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നത് എന്ന തെളിവുകൾ നിരത്തിക്കൊണ്ട് കോൺഗ്രസ്, UDF ജനങ്ങളുമായിട്ട് സംവദിക്കും. അങ്ങനെയാണ് ആ യാത്ര പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ നയിക്കുന്ന യാത്ര ഒരു സമാനതകളില്ലാത്ത, ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു കേരള യാത്രയായിട്ട് മാറുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചരണങ്ങൾ, പലതരത്തിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസും UDF-ഉം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നമുക്കറിയാം, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. യുവാക്കളെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആകർഷിക്കാൻ കഴിയുന്ന, സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമ മീഡിയം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയ വഴി ശക്തമായ ഒരു പ്രചരണം, സർക്കാരിനെതിരായിട്ടുള്ള വികാരം അത് ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ സർക്കാരിന്റെ ഈ പറയുന്ന ദുഷ്പ്രവൃത്തികള്, അനീതികള് ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ചും ഈ യുവാക്കളിലേക്ക് എത്തിക്കുക. ഈ തൊഴിലില്ലായ്മയൊക്കെ തന്നെ വലിയ രീതിയിൽ കേരളത്തെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. യുവാക്കള് +2 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കേരളം വിട്ടു പുറത്തു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ആ യുവാക്കളെയൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ വഴിയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നത്. ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും എല്ലാം അറിയിക്കാനായിട്ടുള്ള ഒരു സംവിധാനം, ത്രിതല സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഫോൺ വഴി വിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കാം. ഒപ്പം തന്നെ ഒരു വെബ്സൈറ്റ് അതിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട്. ആ വെബ്സൈറ്റിൽ കയറി തങ്ങളുടെ പ്രശ്നങ്ങൾ രേഖപ്പെടുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു QR കോഡ് ഇതിനു വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ അറിയിക്കാം. ആ പ്രശ്നങ്ങൾ അങ്ങനെ വെറുതെ അറിയിക്കുക മാത്രമല്ല, അതിന് ആ പ്രശ്നങ്ങളെ ഈ കോൺഗ്രസ് അഡ്രസ് ചെയ്യും. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ചേർത്തുകൊണ്ട്, പ്രശ്നങ്ങളെല്ലാം കേട്ടുകൊണ്ട് അതിന്
അത് അടിസ്ഥാനത്തിൽ ഒരു കുറ്റപത്രം സർക്കാരിനെതിരെ തയ്യാറാക്കി പൊതുജനത്തിന് മുന്നിൽ സമർപ്പിക്കുക കൂടിയാണ് ലക്ഷ്യം. എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള പല തരത്തിലുള്ള പ്രചരണങ്ങളുമായിട്ട് UDF മുന്നോട്ട് പോവുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. വരുന്ന ദിനങ്ങളിൽ ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന മുന്നൊരുക്കമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച അത് UDF-ൽ ഉടൻ തന്നെ ഈ മാസം 10-ാം തീയതിയോട് കൂടിയെങ്കിലും അത് പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസും UDF-ഉം ലക്ഷ്യമിടുന്നത്.